ഇന്ന് ഫെബ്രുവരി മാസം 24-ാം തീയതി തിങ്കളാഴ്ച. ശരത്തെ കാ പിടിക്കുന്നുമുണ്ട്, പുതിയ ശരത്തിലും കാ സെറ്റിങ്സ് ഉണ്ട്. പഴയ ശരത്തിൽ കായ് വരുമ്പുമുണ്ട്, കായ്ക്ക് നല്ല സൈസും ഉണ്ട്. ഇപ്പോൾ കായ എടുത്ത് വരുവാണ്. എടുത്ത് വരുമ്പോൾ ഒരു 3-4 കാ അങ്ങ് എടുത്ത് മാറും. പുതിയ ശരമൊക്കെ നല്ല തെളിഞ്ഞ്. പിന്നെ ഇവിടെ ചെറിയ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിന് ഒരു ടെബുക്കോണസോളും നമ്മുടെ ടാഗ്മൈസിനും കൂടി കൊടുത്തായിരുന്നു. അതിന് ആ പ്രശ്നം മാറി വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് പുതിയ ശരങ്ങളാണ്. പുതിയ ശരം മുകളിൽ കൂടി കായ സെറ്റിങ്സും ഉണ്ട്. ആ പ്രശ്നം മാറി വരുന്നുണ്ട്. ആ തണ്ട വരെ ഉണ്ടായിരുന്ന കളറ് മാറി മാറി കുറഞ്ഞ കവളിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും നല്ലപോലെ സ്യൂഡോമോണസാണ് ഇനി കൊടുക്കുന്നത്. സ്യൂഡോയും ബാസിലസും കൊടുത്ത് തന്നെ പ്രശ്നം മാറ്റണം. നമ്മുടെ കായയുടെ സൈസ് കണ്ടോ, നല്ല സൈസ് കാണാം. ഇനിയിപ്പം 3-4 കായ എടുത്ത് മാറിയാലും 2 കാ 3 കായും അരിമ്പും പൂവായിട്ട് നിൽക്കും. അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ കാ കിട്ടും. ചെടി ലൈവായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു കാ പോലും ഡ്രോപ്പ് ആകാതെ പിടിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ്. നല്ല കായ്ക്ക് സൈസും ഷേപ്പും ഉണ്ട്. പിന്നെ ചിമ്പിച്ചിരി കുറവുണ്ട്. ഇനി ചിമ്പിനുള്ള പരിപാടികൾ ഈ കൂടെ തന്നെ തുടങ്ങണം. ഇപ്പം നമ്മുടെ കാര്യങ്ങൾ പടിപടിയായിട്ട് ചെയ്ത് കൃത്യസമയത്ത് ചെയ്ത് വരുന്നതുകൊണ്ട് വെള്ളവടിയൊക്കെ ആഴ്ച ഒരു ദിവസമൊക്കെ ഓടിയെത്തുന്നുള്ളൂ. സ്ഥലം ഏറിയ കൂടുതലുള്ളതുകൊണ്ട് അതുപോലെ പുതിയ ശരങ്ങളും അതായിട്ട് വെള്ളം കൂടി ശകലം ആഴ്ച 2 പ്രാവശ്യം മൈക്രോയിട്ട് നനയും കൂടി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലപോലെ ഇതിനും കാ സെറ്റിങ്സ് വരും. ഈ മുള്ളൻപന്നി ഈ കര ഒത്തിരി പുതിയ ചിമ്മി ഇങ്ങനത്തെ കണ്ടിച്ച് കളയുന്നുണ്ടായിരുന്നു. മുള്ളൻപന്നി അല്ലാത്ത പന്നിയൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ കോലങ്ങളുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശല്യം അങ്ങ് മാറി. പിന്നെ ഈ ഭാഗത്ത് ഒത്തിരി പുതിയ വന്ന ചിമ്പുകൾ കണ്ടിച്ച് കളഞ്ഞ പുതിയ വരുന്ന ആ ശരത്തിൻ്റെ ആ നീളം ആ തെളിച്ചം കണ്ടോ. വലിയ മരങ്ങളൊന്നുമില്ല, നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ്. നല്ല വെയിലടിക്കുന്നുണ്ട്. വേരിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ കാപിടുത്തം കുഴപ്പമില്ലാതെ കാപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. പുതിയ ശരത്തിനെല്ലാം ചെറിയൊരു വാട്ടം കമറിൽ വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കുറവാണ്. വെള്ളം ഇനി ആഴ്ച 2 പ്രാവശ്യമായിട്ട് വെള്ളം കൊടുക്കാനായിട്ടുള്ള പരിപാടിയും കൂടി ചെയ്യും. പിന്നെ കംപ്ലീറ്റ് ഇതുപോലെ മൾച്ചിങ്ങായി. പ്രാവശ്യം മണ്ണിടിലോ പരിപാടിയൊന്നും നടന്നില്ല. കംപ്ലീറ്റ് മൾച്ച് ചെയ്ത് ബയമൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റാക്കി നിർത്തിയേക്കുന്നു. ഇവിടെ ആ ശരത്തിന് ആ പ്രശ്നം ഉള്ളത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ടെബുക്കോണസോളും ടാഗ്മൈസും കൂടി അടിച്ചു. ഞാൻ അടുത്ത റൗണ്ട് തൊട്ട് പിന്നെ സ്യൂഡോയും ബാസിലസും തന്നെ വിടാൻ പോവാണ്. തേനീച്ച അത്യാവശ്യം ചെടിയിൽ കാപിടുത്തമുണ്ട്, ഫ്ലവറിങ്ങും ഉണ്ട്. അതൊക്കെ
നല്ലപോലെ ഫ്ലവറിങ് ഉണ്ട്. ഉണ്ടാകുന്ന കാ സെറ്റാകുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്ത്. പുതിയ ശരം കുറവാണ്, പഴയ ശരമാണ് കൂടുതൽ. ഈ വേനൽ മൊത്തം ഇങ്ങനത്തെ കായ എടുക്കാൻ പാകത്തിന് ഉള്ള അരിമ്പുകളുണ്ട് ഈ പഴയ ശരത്തിന്. ഇതൊന്നും അരിമ്പിനൊന്നൊരു കുഴപ്പമില്ല, അത് കാ പിടിച്ചോണ്ടേ ഇരുന്നുള്ളൂ. ഒരു കൊത്തെ തന്നെ കണ്ടോ 8-9 കായുണ്ട് ഈ സമയത്ത്. നല്ല ചൂടാണ്. നെറ്റ് അകത്ത് നിർത്തിയേക്കുവാ ചെടികൾ, അതുപോലെ എല്ലായിടത്തും നെറ്റ് കെട്ടിയേക്കുക. അപ്പം ഇതുപോലെ മൾച്ചിങ്ങും ചെയ്ത് മുകളിൽ ഷെയ്ഡും കെട്ടി നെറ്റും കെട്ടി സംരക്ഷിച്ച ആഴ്ച ഒരു ദിവസമോ 10 ദിവസം കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ ഒരു നന കൊടുത്താലും ചെടി അവിടെ വലിയ കുഴപ്പമില്ലാതെ പിടിച്ചു നിന്ന് പോകും. അവിടെ എല്ലാം ആ മല മൊത്തം പാകിയൊക്കെ ഇത് വലിയൊരു പാറക്കെട്ട് മലയാണ്, ഭയങ്കര ചൂടാണ്. അതുപോലെ നെറ്റ് കെട്ടിയേക്കുക.